ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ കർത്താവ് നമ്മെ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കാനായി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. രാത്രിയിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. എഫേസ് ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും നമുക്ക് ആ വാക്യങ്ങളിലേക്ക് കടന്നു വരാം. എഫേസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവാൻ. നമ്മൾ കർത്താവ് നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമായി എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. 1, പൂർണ്ണ വിനയത്തോടെ നാം നടക്കണം. 2, സൗമ്യതയോടെ നടക്കണം എന്ന് നമ്മൾ പറഞ്ഞു. 3-ാമതായിട്ട് അപ്പോസ്തലൻ അവിടെ പറയുന്നത് നാം ദീർഘക്ഷമയോടുകൂടെ നടക്കണം എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. ദീർഘക്ഷമയോടെ എന്താണ് ദീർഘക്ഷമ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? 2 വിധത്തിലാണ് പുതിയ നിയമത്തിൽ ദീർഘക്ഷമ എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 2 അർത്ഥത്തിൽ. 1, മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിക്കുക എന്നുള്ള അർത്ഥത്തിൽ ദീർഘക്ഷമ എന്നുള്ള പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ 2-ാമത് ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ള അർത്ഥത്തിലും ദീർഘക്ഷമ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ എന്താണ് സൗമ്യത, താഴ്മ എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ജീവിതത്തിലെ ഗുണങ്ങൾ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് മറ്റുള്ളവരുമായിട്ട് ഐക്യതയിൽ സ്നേഹബന്ധത്തിൽ പോകാനായിട്ട് നമ്മെ സഹായിക്കുന്ന ചില ഗുണങ്ങളാണ് വിനയം, സൗമ്യത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതേ രീതിക്ക് തന്നെയാണ് ഈ ദീർഘക്ഷമയെയും നമ്മളിവിടെ കാണേണ്ടത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 2 അർത്ഥങ്ങളിൽ ദീർഘക്ഷമയ്ക്കുള്ള യഥാർത്ഥ അർത്ഥം നമുക്കിവിടെ എടുക്കാനായിട്ട് കഴിയുന്നത് മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ള ആ അർത്ഥമല്ല ഇവിടെ ഈ കോണ്ടക്സ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ള അർത്ഥമാണ് നമുക്കിവിടെ എടുക്കാനായിട്ട് സാധിക്കുക. അപ്പം ആരോടാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളോട് ഏതെങ്കിലും രീതിയിൽ തെറ്റായിട്ട് പെരുമാറിയിട്ടുള്ള ഇടപെട്ടിട്ടുള്ളവരോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ഷമിക്കേണ്ടത്. അപ്പം നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന, നമുക്കെതിരായിട്ട് സംസാരിക്കുന്ന, നമുക്ക് വിരോധമായിട്ട് പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ആളുകളോട് ക്ഷമിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ക്ഷമിക്കുവാൻ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവിനോട് പത്രോസ് ഒരിക്കൽ ചോദിച്ചു, ഞാൻ എൻ്റെ കൂട്ടുകാരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം ദൈവവചനത്തിലുണ്ട്. അപ്പോൾ അതിന് കർത്താവ് കൊടുത്ത മറുപടി എങ്ങനെയാണ്? 7 വട്ടമല്ല, 70 വട്ടം ക്ഷമിക്കുക എന്നുള്ളതാണ്.
അപ്പം ദൈവമക്കൾ അവർ പരസ്പരം ക്ഷമിക്കാനായിട്ട് തയ്യാറുള്ളവരായിരിക്കണം. പരസ്പരം ക്ഷമിക്കാനായിട്ട് തയ്യാറുള്ളവരായിരിക്കണം. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പരസ്പരം ക്ഷമിക്കാനായിട്ട് നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ്. നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് തെറ്റായ രീതിയിൽ ഇടപെട്ടിട്ടുള്ള, നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, നമ്മെ തകർക്കാനായിട്ടല്ലെങ്കിൽ നമ്മെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളവരോട് ക്ഷമിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്ഷമിക്കുക എന്നുള്ള വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ആ കാര്യം മറന്നു കളയുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ബ്രെയിനിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കത്തക്ക രീതിക്ക് തന്നെയാണ്. മെമ്മറി ഉണ്ട് നമുക്ക്. ആ മെമ്മറി നമുക്ക് നമ്മളായിട്ട് തന്നെ ആ മെമ്മറി ഒരിക്കലും എടുത്തു കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മറക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. ചിലരൊക്കെ പറയാറുണ്ട് ക്ഷമിച്ചാൽ മാത്രം പോരാ, മറക്കണമെന്ന്. നോ, മറക്കാൻ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം മറക്കാനായിട്ട് പറ്റില്ല. ഞാനിപ്പോൾ തീരുമാനിക്കുക ഇന്നോട്ട് ഞാൻ ഇന്നൊരു കാര്യം മറക്കാൻ പോകുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത് മറക്കത്തില്ല. ചിലപ്പം കാലങ്ങൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടത് മറക്കും എന്നല്ലാതെ എനിക്ക് ഒരു കാര്യം ബോധപൂർവം മറക്കാനായിട്ട് പറ്റില്ല. പക്ഷേ എനിക്ക് പറ്റുന്നത് ക്ഷമിക്കാൻ പറ്റും. അപ്പം പലപ്പോഴും മറ്റുള്ളവർ നമ്മളോട് ചെയ്തിട്ടുള്ള ആ തെറ്റ്, അല്ലെങ്കിൽ നമ്മളോട് തെറ്റായിട്ടുള്ള രീതിയിൽ ഇടപെട്ടിട്ടുള്ള, തെറ്റായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുള്ള, നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുള്ള ആ അനുഭവങ്ങൾ നമുക്ക് മറക്കാനായിട്ട് പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അത് നമ്മുടെ മെമ്മറിക്കകത്ത്, നമ്മുടെ ഓർമ്മയ്ക്കകത്തത് നിലനിന്നെന്ന് വരും. പക്ഷേ ആ മെമ്മറി അവിടെ നിൽക്കുമ്പോഴും, ഓർമ്മ അവിടെ നിൽക്കുമ്പോഴും നമുക്കവരോട് ക്ഷമിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഒരു ദൈവപൈതലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ക്ഷമിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മറക്കുക എന്നല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ, നാം അവർ നമ്മളോട് ചെയ്തത് മനസ്സിൽ വച്ച് അതിനനുസരിച്ച് അവരോട് തിരിച്ചെന്ത് ചെയ്യില്ല, പ്രതികരിക്കില്ല. അതാണ് ക്ഷമ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരിക്കലും മറക്കാനായിട്ട് പറ്റിയെന്ന് ചിലപ്പോൾ വരത്തില്ല. പക്ഷേ അത് നമ്മുടെ ബ്രെയിനകത്ത്, നമ്മുടെ മെമ്മറിക്കകത്ത് അത് കിടക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ നാം അവർ നമ്മളോട് ചെയ്തതുപോലെ തിരിച്ച് ചെയ്യാതെ അവർക്ക് നന്മ ചെയ്യാനും അവരെ സഹായിക്കാനുമുള്ള തുറന്നൊരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ക്ഷമിക്കുക എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത്. അപ്പം അത് ദൈവമക്കളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. നമ്മളെ വിളിക്ക് യോഗ്യമായിട്ടുള്ള നടപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ക്ഷമിക്കുക എന്നുള്ള കാര്യം അതിനകത്ത് വരുന്നുണ്ട്. ഇന്ന് പലപ്പോഴും ദൈവസഭകൾക്കകത്തും ദൈവമക്കളുടെ ഇടയിലും ഈ രീതിയിലുള്ള ഒരു ക്ഷമിക്കാനുള്ള മനസ്സ് പലപ്പോഴും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആരെങ്കിലും എന്തെങ്കിലും നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ സഭയിൽ സംസാരിക്കുകയോ നമ്മളോട് ഇടപെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിൽ വച്ച് നമുക്കൊരവസരം കിട്ടുമ്പോൾ അതുപോലെ നമ്മൾ അവരോടും തിരിച്ച് പ്രതികരിക്കുന്ന ഒരു രീതി ഇന്ന് സഭകൾക്കകത്ത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് ദൈവികമായിട്ടുള്ളൊരു സ്വഭാവമല്ല, അത് പൈശാചികമായ ഒരു സ്വഭാവമാണ്. മറക്കരുത്. നമ്മൾ എത്ര അന്യഭാഷ പറയുന്നുണ്ടെങ്കിലും, എത്ര ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, എത്ര ഹല്ലേലൂയയും കയ്യടിയും ബഹളവും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും ഈ ക്ഷമിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് പൈശാചികമായ ഒരു സ്വഭാവമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. കാരണം കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്ഷമിക്കാനാണ്. ഓക്കെ, നമ്മൾ ഒന്നിട്ട് വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. 1 കൊരിന്ത്യർ ലേഖനം
13-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ക്ഷമിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമാണത്. ലവ് ഇൻ ആക്ഷൻ. സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ക്ഷമിക്കാനുള്ള കഴിവെന്ന് പറയുന്നത്, ക്ഷമിക്കാനുള്ള മനസ്സെന്ന് പറയുന്നത്. എന്തുകൊണ്ട് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ: നാം അവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു, അവനിൽ ദൈവത്തിൻ്റെ ജീവൻ അവനിൽ വസിക്കുന്നില്ല. തൻ്റെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണത്. എന്നാൽ ദൈവവചനം പറയുന്നത് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. എന്താ ദീർഘമായിട്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണ ക്ഷമയേക്കാൾ കൂടിയ കാലയളവിലേക്കുള്ള ക്ഷമ, അത് എന്നേക്കുമുള്ള ക്ഷമയാണത്. അവൻ നമ്മെ മുറിവേൽപ്പിച്ച സമയം മുതൽ, അവൻ നമുക്കെതിരായിട്ട് സംസാരിച്ച, നമുക്കെതിരായിട്ട് പ്രവർത്തിച്ച സമയം മുതൽ അവസാനം, ജീവിതത്തിൻ്റെ അവസാനം വരെ ഒരിക്കലും അതുപോലെ തിരിച്ചവനോട് പകരം ചെയ്യാതെ അവൻ്റെ ആവശ്യങ്ങളിൽ ഹൃദയപൂർവ്വം അവനെ സഹായിക്കാനായിട്ട് തയ്യാറാകുന്ന സ്വഭാവമാണ് ക്ഷമ എന്ന് പറയുന്നത്. ദീർഘമായി ക്ഷമിക്കുക. ഇനി ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാര്യം, ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിനകത്ത് എന്തുണ്ട്? ദീർഘക്ഷമയുണ്ട്. നാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയും. ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലല്ല ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് വലിയൊരു പ്രശ്നം വരുന്നത്. കാരണം ഇന്ന് പലപ്പോഴും സഭകൾ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് എന്തൊക്കെയോ പ്രകടനങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ആത്മനിറവ് എന്ന് പറയുന്നത് എന്തോ കുറേ ബഹളവും തുള്ളലും ചാട്ടവും കുറേ പ്രകടനങ്ങളുമാണെന്ന് ഇന്ന് പലപ്പോഴും സഭകളും ദൈവമക്കളും മനസ്സിലാക്കിയിരിക്കുന്നത്. നോ, ഒരിക്കലുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലം നമ്മിലൂടെ പുറപ്പെടത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആത്മനിറവെന്ന് പറയുന്നത്. മറക്കരുത്. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന പ്രകടനങ്ങളല്ല, അത് ആത്മനിറവല്ല. ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വചനം അങ്ങനെ പറയുന്നതായതുകൊണ്ട് ഞാനത് ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് പറയുകയാണ്. ഈ കാണിക്കുന്ന പ്രകടനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആത്മനിറവല്ല. ആത്മനിറവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിരന്തരമായി നിയന്ത്രിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്ത് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ നാമൊക്കെ ആത്മനിറവിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? നമ്മുടെ സഭകളൊക്കെ ആത്മനിറവിലാണ് മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പം പരിശുദ്ധാത്മ നിറവിലാണ് ജീവിക്കുന്ന ഒരുത്തന് അവന് ക്ഷമിക്കാനായിട്ട് കഴിയും. കാരണം ക്ഷമ, ദീർഘക്ഷമ
അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൽ ഉൾപ്പെട്ടതാണത്. ഇനി 1 തിമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1 തിമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എന്താണ്? നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത ഇവയെ പിന്തുടരുക. ഇവയൊക്കെ നമ്മൾ നേരത്തെയും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനതിൻ്റെ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ നമ്മളോട് പറയുന്നത് ക്ഷമയെ പിന്തുടരാനായിട്ട് പറയുകയാണ്. ക്ഷമയെ പിന്തുടരാനായിട്ട്. നോക്കൂ, ഇന്ന് നമ്മുടെ സഭകളിലെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സമ്മതിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ സഭകളിൽ എന്താണ്? പാട്ടിന് കുറവില്ല, കയ്യടിക്ക് കുറവില്ല, അന്യഭാഷയ്ക്ക് കുറവില്ല, പ്രാർത്ഥനയ്ക്ക് കുറവില്ല, പ്രസംഗത്തിന് കുറവില്ല, കർത്തൃമേശയ്ക്ക് കുറവില്ല, വിശുദ്ധ ചുംബനത്തിന് കുറവില്ല, ഒന്നിനും കുറവില്ല. പക്ഷേ ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്നും പലതും മനസ്സിനകത്ത് അടുക്കി വച്ചിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ മറ്റുള്ളവരോട് എന്ത് ചെയ്യുന്നത്? ഇടപെടുന്നത്. നോക്കിയേ, ഞാൻ എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കൊക്കെ അറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഒഡീഷയിലെ മയൂർഭഞ്ച് എന്ന് പറയുന്ന ഗ്രാമത്തിൽ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു കുടുംബം കടന്നു വന്നു. ഗ്രഹാം സ്റ്റെയിൻസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ്, അവിടെ 3 മക്കൾ എസ്തേർ, ഫിലിപ്പ്, തിമോത്തി, 3 പേര്. ഇങ്ങനെ ആ കുടുംബം ഒറീസയിൽ ജീവിച്ചു. അവർ അവിടെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയും ആ സമൂഹത്തിൽ കർത്താവിൻ്റെ സ്നേഹം പരത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. നമുക്കറിയാം, ഒരു ദിവസം രാത്രി ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ ചെറിയ 2 കുഞ്ഞുങ്ങളായിട്ടുള്ള ഫിലിപ്പും തിമോത്തിയും അവർ എവിടെയോ പ്രവർത്തനങ്ങൾക്ക് ശേഷം തിരിച്ച് അവിടെ വീട്ടിനടുത്തെത്തി. രാത്രി അസമയമായതുകൊണ്ട് അവർ വന്ന ആ ജീപ്പിനകത്ത് തന്നെ അവർ കിടന്നുറങ്ങി. രാത്രിയിൽ സുവിശേഷ വിരോധികൾ വന്ന് അവിടെ ജീപ്പിന് തീ വച്ചു. ആ തീ ആളിപ്പടർന്ന് ആ ജീപ്പ് തീക്കകത്തായി. ഞാൻ കേട്ടതിങ്ങനെയാണ്, ആ കുഞ്ഞുങ്ങളൊക്കെ ആ തീയിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോൾ ത്രിശൂലം എന്ന് പറയുന്ന സാധനം കൊണ്ട് അവരെ കുത്തി ആ തീക്കകത്തേക്ക് തന്നെ ഇവർ തള്ളിയിട്ടെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ആ തീക്കകത്ത് ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ 2 ഓമന കുഞ്ഞുങ്ങളും ആ തീക്കകത്ത് അന്ന് വെന്തിരിഞ്ഞു. അവർ പ്രാണനെ വിട്ടു. അവസാനം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിധവയായ ഗ്ലാഡിസ് സ്റ്റെയിൻസും മൂത്ത മോള എസ്തേറും മാത്രം ബാക്കിയായി. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും ആ 2 കുഞ്ഞുങ്ങളുടെയും മൃതദേഹം ശവസംസ്കാര ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ആ സഹോദരിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഗ്ലാഡിസിൻ്റെ അന്യദേശത്ത് അവർ വന്ന് താമസിക്കുകയാണ്. അവരുടെ ഭർത്താവും 2 കുഞ്ഞ് ആൺമക്കളും അവർ മരിച്ച് അവരുടെ ബോഡി മറവ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. എന്നാൽ അവർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്: എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ഘാതകരോട് എനിക്കൊരു വിരോധവുമില്ല, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. കാരണം എൻ്റെ ക്രിസ്തു എന്നെ പഠിപ്പിച്ചത് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ടാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, തൻ്റെ സ്വന്തം ഭർത്താവും 2 കുഞ്ഞുമക്കളും അവർ വധിക്കപ്പെട്ട് അവരുടെ ബോഡി മറവ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ആ സ്ത്രീ പറയുകയാ, ഇത് ചെയ്തവരോട് എനിക്ക് വിരോധമില്ല.
ഞാൻ അവരോട് ക്ഷമിക്കുന്നു. കാരണം എൻ്റെ കർത്താവിനെ പഠിപ്പിച്ചത് മറ്റുള്ളവരോട് ക്ഷമിക്കാനാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അവർ ബാപ്റ്റിസ്റ്റ് മിഷണറിമാരായിരുന്നു. ബാപ്റ്റിസ്റ്റ് മിഷണറിമാരെന്ന് പറഞ്ഞാൽ സാധാരണ പെന്തക്കോസ്തുകാർ അവരെക്കുറിച്ച് പറയുന്നത്, ബാപ്റ്റിസ്റ്റുകാരെക്കുറിച്ചും ബ്രദറുകാരെക്കുറിച്ചും പറയുന്നത് പരിശുദ്ധാത്മാവില്ലാത്തവരെന്ന്. എന്നുവെച്ചാൽ പ്രശ്നം എത്രയേ ഉള്ളൂ, അവർ കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്ന, കൃപാവരങ്ങൾ നിന്നുപോയി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാൻ ചോദിക്കട്ടെ, കൃപാവരങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പെന്തക്കോസ്തുകാരൻ അങ്ങനെ പറയുമോ? നല്ലൊരു ബാപ്റ്റിസ്റ്റ് വനിത അത് പറഞ്ഞെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് താൻ പറഞ്ഞത്. മറക്കരുത്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ചാൾസ് കിർക്ക് എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ വെടിയേറ്റ് മരിച്ചു. അദ്ദേഹം US ക്യാമ്പസുകളിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല, ഞാൻ കേട്ടത്. അദ്ദേഹത്തെ അതുപോലൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തി തന്നെ അദ്ദേഹത്തെ കഴുത്തിൽ നിറയൊഴിച്ച് അദ്ദേഹത്തെ കൊന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ എറിക് കിർക്ക് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്: എൻ്റെ ഭർത്താവിൻ്റെ ഘാതകരോട് ഞാൻ ക്ഷമിക്കുന്നു. അതാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം. അതാണ് നിങ്ങളെ വിളിക്ക് യോഗ്യമായി നടക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ കുറേ ബഹളവും പ്രകടനങ്ങളും ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർ പണ്ടെന്നോ നമ്മോട് പറഞ്ഞ വാക്കുകൾ മനസ്സിനകത്ത് വച്ച് അതിനനുസരിച്ച് അവരോട് പ്രതികാരം ചെയ്യുന്നതല്ല പരിശുദ്ധാത്മ നിറവുള്ള ജീവിതം, ക്ഷമ എന്ന് പറയുന്നത്. അനേക വർഷങ്ങൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ സുവിശേഷ വിരോധികൾ ഒരു കത്തോലിക്ക കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. ഒരു മലയാളിയായിട്ടുള്ള കത്തോലിക്ക കന്യാസ്ത്രീ, അവരുടെ വീട് കോട്ടയം പാല ആ സൈഡിലും കണ്ടാണ്. സിസ്റ്റർ റാണി മരിയ. അവരെ ബലാത്സംഗം ചെയ്ത് സുവിശേഷ വിരോധികൾ കൊന്നു. എന്നാൽ അവരുടെ കുടുംബം, കോട്ടയത്ത് പാലായിലും കണ്ടാണ് അവരുടെ വീട്, അവരുടെ കുടുംബം അടുത്ത ക്രിസ്മസിന് അവരുടെ വീട്ടിലേക്ക് അതിഥികളായിട്ട് ക്ഷണിച്ചത് തൻ്റെ മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ആ കേസിലെ പ്രതികളെയായിരുന്നു. ക്രിസ്മസിന് അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവരുടെ ക്രിസ്മസ് ആഘോഷം അവരോടൊരുമിച്ച് ആഘോഷിച്ചത്. അതാണ് യഥാർത്ഥ ക്രിസ്മസ്. കാരണം ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് തന്നോടകന്നവരും ശത്രുക്കളുമായ ഈ ജനത്തെ തന്നോട് നിരപ്പിക്കാനും അവരോട് ക്ഷമിക്കാനുമായിട്ടാണ് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ക്രിസ്മസ് ആഘോഷമായിരുന്നു അത്. എനിക്കറിയാം, ക്രിസ്മസ് ആഘോഷം എന്നൊക്കെ കേൾക്കുമ്പം ചിലപ്പോൾ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ ഇതാണ് യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം. പക്ഷെ മറക്കരുത്, അവർ കത്തോലിക്കരായിരുന്നു.
അവർക്ക് ക്ഷമിക്കാനായിട്ട് പറ്റി. വാട്ട് അബൌട്ട് മീ ആൻഡ് യു? നമുക്കോ? എവിടെയാണ് നമുക്ക് പ്രശ്നം വന്നത്? മറക്കരുത്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വലിയൊരു കാര്യം മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം അത് ഞാൻ ഈ പ്രസംഗിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഞാനെൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളത് അത്. ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത, ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത, ഞാൻ ചെയ്തിട്ടില്ലാത്ത ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സമൂഹത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പറഞ്ഞു പരത്തിയിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പലപ്പോഴും ഇപ്പോഴും ഞാനതൊന്നും മറന്നിട്ടില്ല. എൻ്റെ മെമ്മറിക്കകത്തതെല്ലാം കിടക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അവരോട് അതേ രീതിയിൽ പകരം എനിക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നുവരെ അങ്ങനെയുള്ളവരെക്കുറിച്ച് ഒരു പ്രതികാരമോ ചെയ്യാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, അവർക്കൊക്കെ എന്നെക്കൊണ്ട് കഴിയാവുന്ന പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയുമ്പോഴും എനിക്കറിയാം ദാറ്റ് വാസ് നോട്ട് സോ ഈസി. അത് ഞാൻ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ലായിരുന്നു. പലപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് അവരോടുള്ള പകയും വെറുപ്പും വിദ്വേഷവും ക്രോധവുമൊക്കെ എൻ്റെ ഉള്ളിലേക്ക് ഇരച്ച് കയറി വരാറുണ്ട്. അവരോട് എത്ര ക്ഷമിക്കണമെന്ന് ആഗ്രഹിച്ചാലും കഴിയാത്ത രീതിയിൽ എൻ്റെ മനസ്സ് കലുഷിതമായിട്ട് അവരോടുള്ള കയ്പും വെറുപ്പും വിദ്വേഷവുമൊക്കെ നിറഞ്ഞ് എൻ്റെ മനസ്സ് പലപ്പോഴും ആയിത്തീരാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ സ്വയത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഞാൻ എൻ്റെ സ്വയത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്നിടത്തോളം സമയം, ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നിടത്തോളം സമയം എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. എന്നാൽ എപ്പോഴൊക്കെ ഞാൻ ആ വിഷയത്തെ ദൈവാത്മാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, എപ്പോഴൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനും ശക്തീകരണത്തിനും വേണ്ടി ആ വിഷയത്തിൻ്റെ നടുവിൽ എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവെ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ വിഷയം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് അവരോട് ക്ഷമിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഞാൻ എൻ്റെ സ്വയനിയന്ത്രണം ഞാൻ തന്നെ ഏറ്റെടുക്കുമ്പോൾ വീണ്ടും അതെൻ്റെ മനസ്സിലേക്ക് കാലുഷ്യമായിട്ടും കയ്പായിട്ടും ഇറങ്ങി വരാറുണ്ട്. പിന്നെയും ഞാൻ മനസ്സിലാക്കും, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് മടങ്ങിപ്പോകുമ്പോൾ അത് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി കളയാറുണ്ട്. ഞാനെന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമായത്. കാരണം നമ്മുടെ പ്രകൃതി, നമ്മുടെ നേച്ചർ, ബൈ ബർത്ത്, നമ്മുടെ രീതി എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളോട് ചെയ്തിട്ടുള്ളതിന്
അതേ രീതിയിൽ പകരം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ രീതി. പക്ഷേ നാം നമ്മുടെ സ്വയത്താൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ബട്ട് വെൻ യു ആർ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയും ആ ആത്മാവിൻ്റെ ഫലം നിങ്ങളിലൂടെ പുറപ്പെടുന്നത്. I thank God for the Holy Spirit that He has given in our life to help us in our infirmities. നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് തുണ നിൽക്കാനായിട്ട് ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. കാരണം ആ പരിശുദ്ധാത്മാവില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. എൻ്റെ സ്വയത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അസാധ്യമാണത്. ബട്ട് വിത്ത് ഹോളി സ്പിരിറ്റ് ഇറ്റ് ഈസ് പോസിബിൾ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ഇതുപോലെ ക്ഷമിക്കാനായിട്ട് കഴിയാതെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ മനസ്സിനകത്ത് ചിലരോടൊക്കെയുള്ള പ്രതികാരവും ഒക്കെ നിറഞ്ഞ് അവരുടെ നാശം കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? അത് നിങ്ങളുടെ കുഴപ്പമല്ല, അത് എല്ലാ മനുഷ്യരുടെയും സ്വഭാവമാണ്. ബട്ട് ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് ലൈക്ക് ദാറ്റ്, ദർ ഇസ് എ വേ ഫോർ യു. നിങ്ങളങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വഴിയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ആൻഡ് സീ ദ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഹി ക്യാൻ ബ്രിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന ആ വലിയ രൂപാന്തരം അതനുഭവിച്ചറിയുക. ഞാനിത് വെറുതെ പറയല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിക്കുന്നതാണ്. ഇന്നും എപ്പോഴൊക്കെ ഞാനത് സ്വയത്തിലേക്ക് വരുന്നോ അപ്പോഴൊക്കെ ആ കയ്പും വെറുപ്പും ക്ഷമിക്കാൻ കഴിയാത്ത മനോഭാവവും എനിക്ക് അവരോട് വരാറുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ ഞാൻ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നോ അവിടെ എനിക്ക് ക്ഷമിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതാണ് മക്കളെ നമ്മളെ വിളിക്ക് യോഗ്യമായ നടപ്പ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ മുതൽ ലോക്കൽ പാസ്റ്റർമാർ വരെ, സഭയിലെ വിശ്വാസികൾ വരെ കയ്പും വിദ്വേഷവും വെറുപ്പുമൊക്കെ മനസ്സിൽ വച്ചിട്ട് അതിനനുസരിച്ച് മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് ദീർഘമായി ക്ഷമിക്കാനാണ്. ദീർഘമായി ക്ഷമിക്കാനാണ്. കാരണം എഫേസ് ലേഖനത്തിൽ നമ്മൾ പഠിച്ചു, സഭ എന്ന് പറയുന്നത് കർത്താവ് യൂണിഫൈ ചെയ്തതാണ്, ഒരുമിപ്പിച്ചതാണ്. ഇവിടെ പരസ്പരം ക്ഷമിക്കാൻ കഴിയാതെ ഈ സ്നേഹം നിലനിർത്താനായിട്ട് നമുക്ക് കഴിയില്ല. ഇന്ന് പലപ്പോഴും സഭകൾക്കകത്ത് സ്നേഹം നിലനിർത്താൻ കഴിയാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്, ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല? ദൈവമക്കളെ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കാനായിട്ട് സഭകളും നേതാക്കന്മാരും പരിശീലിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് പരിശീലിപ്പിക്കുന്നില്ല? അവരുടെ ജീവിതത്തിൽ ആ പരിശീലനവും അറിവും അവർക്ക് ലഭിച്ചിട്ടില്ല. ഇതൊരു വലിയ ദുരന്തമാണിത്. പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് പ്രകടനങ്ങളാണെന്ന് പഠിപ്പിക്കുന്നിടത്തോളം കാലം ഈ ദുരന്തം നമ്മുടെ സഭകളെയും നമ്മുടെ ദൈവമക്കളെയും വേട്ടയാടിക്കൊണ്ടിരിക്കും. കാരണം നേതാക്കന്മാർ മുതൽ താഴെ തട്ടുള്ളവർ വരെ പരിശുദ്ധാത്മ നിറവുള്ള ജീവിതം എന്താണെന്ന്
അവർക്കറിയില്ല, അവരത് അനുഭവിച്ചിട്ടില്ല, അവരത് മനസ്സിലാക്കിയിട്ടില്ല, അവർ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരുമിച്ച് ആവശ്യപ്പെടുന്ന ഇതാണ്: ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പരസ്പരം ക്ഷമിക്കുവാൻ, പരസ്പരം പൊറുക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെക്കൊണ്ട് കഴിയത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെക്കൊണ്ട് കഴിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ, നമുക്ക് സാധ്യമാണ്. അതിന് നമ്മുടെ എനർജി ആവശ്യമില്ല. അത് പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫലമാണത്. ആത്മനിയന്ത്രണത്തിന് വേണ്ടി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് അനുഭവിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.